നമസ്കാരം. ഞാൻ ഇന്നലെ വെറുതെ ഫേസ്ബുക്കിൽ പരതുമ്പോൾ ആരോ പോസ്റ്റ് ചെയ്ത ഒരുപാട് പേര് ഷെയർ ചെയ്തൊരു പാട്ട് കേട്ടു. ഒരു കള്ളിമുണ്ടെടുത്ത് പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് അലക്ഷ്യമായി പാട്ട് പാടുന്ന പ്രായം ചെന്ന ഒരാള്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ എന്ന പഴയ പാട്ട് യേശുദാസ് പാടിയ അതേ ശബ്ദത്തിലും ഭാവത്തിലും കേട്ടപ്പോൾ ആ പാട്ടുകാരനോട് വല്ലാത്തൊരാകർഷണം തോന്നി. ഒരുപക്ഷെ നിങ്ങളും അത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിസറിയുണ്ടോ. ഈ വീഡിയോയുടെ അടിയിലുള്ള കമന്റുകളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇത്രമാത്രം മനോഹരമായി പാടുന്ന ഇദ്ദേഹം ആരാണ് എന്നും യേശുദാസ് പാടിയ പാട്ടിന് വെറുതെ ചുണ്ടനക്കിയതാണോ എന്നുമൊക്കെ സംശയിക്കുന്ന കുറേ ആളുകളുടെ മെസ്സേജുകളും ഞാൻ വായിച്ചു. അതിനിടയ്ക്കാണ് ഇത് നിലമ്പൂർ അസീസാണ് എന്ന് ആരോ ഇട്ട ഒരു മറുപടി ഞാൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എൻ്റെ ഓർമ്മകൾ കോളേജ് പഠനം കഴിഞ്ഞ കാലത്ത് ഞങ്ങളൊരു മാജിക് ട്രൂപ്പ് തട്ടിക്കൂട്ടിയ കാലത്തേക്ക് പറന്നുപോയി. അന്ന് കുറച്ചു കാലം ഈ അസീസ്ക എൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ നൃത്തം പഠിക്കുന്ന കാലത്ത് ഇന്ദ്രാണി ടീച്ചറോടൊപ്പം പിന്നണിയിൽ പാടാൻ വന്നിരുന്ന നിലമ്പൂർ അസീസ് എന്ന പാട്ടുകാരൻ്റെ മുഖം ഞാൻ ഓർത്തു. ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഗാനമേളകളിലൊക്കെ മധുരിക്കും ഓർമ്മകളെ എന്ന പാട്ട് മനോഹരമായി പാടിയിരുന്ന നിലമ്പൂർ അസീസ്കയുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോന്നതിന് ശേഷം അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല. കാലങ്ങളായുള്ള ആ ഇടവേള കൊണ്ട് ഫേസ്ബുക്കിൽ കണ്ട സമയത്ത് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പോലും കഴിയാതെ പോയത് എൻ്റെ തെറ്റ്. പ്രിയപ്പെട്ട അസീസ്ക, മാപ്പ്. ഇന്ന് ഞാൻ അസീസ്കയെ വിളിച്ചിരുന്നു. അക്കാലത്ത് പിന്നണി ഗാനരംഗത്തേക്ക് കുതിച്ച കാര്യമൊക്കെ അദ്ദേഹം പങ്കുവച്ചു. അത്രമാത്രം പാടാൻ കഴിവുണ്ടായിട്ടും തനിക്ക് ഒന്നും ആയിത്തീരാൻ കഴിയാത്തതിൻ്റെ വേദന പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഗോപിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വരെ എത്താൻ കഴിഞ്ഞത് എന്ന്. ഒരുപക്ഷെ അസീസ്കയുടെ ആ വാക്കുകൾ ശരിയായിരിക്കാം. ഞാൻ പലപ്പോഴും മാജിക് രംഗത്തെ എൻ്റെ കഴിവുകളെക്കുറിച്ച് ഒരു റേറ്റിംഗ് നടത്തി നോക്കാറുണ്ട്. ഇന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു മാന്ത്രികരുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് എൻ്റെ കഴിവുകൾ അതിലൊക്കെ താഴെയാണ് എന്നുള്ള കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. പക്ഷേ കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കാതെ, അല്ലെങ്കിൽ അവസരങ്ങളെ തേടി പോകാൻ ഒട്ടും മടി കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്കാവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മലയാറ്റൂർ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം മാജിക് അക്കാദമി തുടങ്ങാൻ വേണ്ടിയിട്ട് നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എൻ്റെ ജീവിതം തന്നെ പറിച്ചു നട്ടതും മാജിക് പ്ലാനറ്റ് തുടങ്ങിയതും എല്ലാം ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയതായിരുന്നു. അവിടെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം വിറ്റ് തുലയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്, കഴിവ് മാത്രം പോരാ, അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതും പ്രധാനമാണ് എന്ന് യുവതലമുറയെ ബോധ്യപ്പെടുത്താനാണ്. അപാരമായ കഴിവുകൾ ഉണ്ടായിട്ടും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനാവാതെ ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഉണ്ട്. ഈ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഗംഭീരമായിട്ട് പാട്ട് പാടുന്ന, മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന, ഗംഭീരമായി അഭിനയിക്കുന്ന മഹാപ്രതിഭകളെ. പക്ഷേ അവരൊക്കെ പിന്നീട് എവിടെ പോകുന്നു? അവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെയോ എത്തേണ്ടതായിരുന്നു പക്ഷേ ഭാഗ്യമില്ലാതെ പോയി, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഇവിടെയും എത്താൻ പറ്റാത്തത് എന്നൊക്കെ. പക്ഷേ അത് മാത്രമാണോ കാരണം? അല്ല, അനുഭവങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അത് എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കഴിവ് ഉപയോഗിച്ച് എത്താവുന്നത്രയും എത്തിച്ചേരാനുള്ള കുതിപ്പാണ് വേണ്ടത്. അവിടെ പണമോ ഭാഗ്യക്കുറവോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ലക്ഷ്യം തെറ്റാതെ തകരാതെ നോക്കുക എന്നത് പ്രധാനമാണ്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ പാഷനിൽ നിന്ന് മാറിയിട്ട് എത്ര വലിയ അവസരങ്ങൾ വന്നാലും വഴി മാറി പോവുകയും ചെയ്യരുത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചീത്ത കൂട്ടുകളിൽ ചെന്നപ്പെട്ട് ലഹരിയുടെയും മറ്റും വഴിയിൽ ചെന്ന് ചാടരുത് എന്നത്. ആദ്യം അവസരങ്ങൾക്കായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ അവസരങ്ങൾ നമ്മളെ തേടി വന്നോളും. അത് നമ്മളെ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്, അങ്ങനെ ഉയരങ്ങളിൽ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അഹങ്കാരമോ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമോ നമ്മളിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്നതാണ്. അത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം സഫലമാക്കപ്പെട്ടിരിക്കും. കാരണം അത് പ്രപഞ്ച നിയമമാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.
വിശറിയുണ്ടോ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ